അപ്പോൾ നമ്മുടെ PR വിനുചേട്ടൻ എന്താ ആതിര നൂറയുടെ ഒരു ഫാൻസ് മീറ്റിന് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ റിയാക്ട് ചെയ്യാം കേട്ടോ. LG TV വളരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനിയും തുടർന്ന് ഈ കമ്മ്യൂണിറ്റി വളരട്ടെ, വലുതാവട്ടെ. താങ്ക് യു. ഈ കമ്മ്യൂണിറ്റി വളരട്ടെ, വലുതാവട്ടെ. അത് എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാര്യമായിരിക്കും. ഞാൻ പറയട്ടെ, ഒരിക്കലും വളരാൻ അനുവദിക്കരുത്. പക്ഷേ ഇത് ഇവരെ പോലത്തെ ഒരു സമൂഹം, അതായത് സമൂഹത്തിൽ എല്ലാത്തരം ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ലെസ്ബിയൻസ്, ഗേസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു പ്രൊപ്പഗാൻഡയാക്കിയിട്ട് അത് നമ്മളാണ് ശരി, നമ്മൾ മാത്രമാണ് ശരി എന്ന രീതിക്ക് ഇത് പോകുന്നുണ്ട്. പിന്നെ അതായത് ഭാവിയിൽ ദോഷം ചെയ്യും. കാരണം അതിനോട് പറഞ്ഞു, ഞങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ടില്ല, ഞങ്ങൾ സ്വന്തത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത് എന്നുള്ളത്. പക്ഷേ നിങ്ങളെപ്പോലെ അല്ലാതെ കുറേ പെൺപിള്ളേരോ ആണുങ്ങളോ വിചാരിക്കും, പെണ്ണുങ്ങളും വിചാരിക്കും, എന്ത് വിചാരിക്കും, എന്താ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ, അത് ഗേൾസ് കോളേജിലൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കും, നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ ഒരാളെ ആ ഒരു രീതിക്കാവില്ല. പക്ഷേ നിങ്ങളെ പോലെ കണ്ട് നിങ്ങൾ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം തരംഗമായിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങളെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അവർ വിചാരിക്കും, എന്ത് ചെയ്യും, എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്ടമാണല്ലേ. കാരണം അവർ ഗേൾസ് കോളേജൊക്കെ അവർ ആണുങ്ങളെ അങ്ങനെ കാണണ്ടാവില്ല. ഈ കാണണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടില്ല ഈ പറയുന്നത്. കാരണം അവർ അറിയില്ല. അപ്പോൾ ആ ഒരു അറിയുമ്പോൾ ഇവർ നിങ്ങളെ ഒരു പെൺകുട്ടിയായിട്ട് അധികം ഇതാകുമ്പോൾ അവർ വിചാരിക്കും, എന്നാൽ ഞാൻ ഇതാണ്. കാരണം അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ അവർ വിചാരിക്കും ഞാനിവളും. ആ ഒരു രീതിക്ക് ഇത് മാറും. അതുപോലെ ഞാനും അവളും അങ്ങനത്തെ ഒരു രീതിക്ക് അത് മാറും. ആ ഒരു രീതിക്ക് മാറാണ്ടിരിക്കാനാണ് പറയുന്നത് ഈ പ്രൊപ്പഗാൻഡ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഇത് ഭയങ്കര നമ്മുടെ ഭാവിയിലേക്ക് ഭയങ്കര ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. അവർ നോർമലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണിൻ്റെയും പെണ്ണിൻ്റെയും മേലെ നമുക്ക് വരണം എന്നുള്ളൊരു നോർമലൈസിങ്. അതായത് ആതിര നൂറ, നാദിറ അവരൊക്കെ നമുക്ക് റെസ്പെക്റ്റാണ്. പക്ഷെ അതുപോലെയല്ല ബാക്കി കുറേ ഉണ്ട് ഇതിൽ. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പ്രൈഡൊക്കെ നടത്തിയത് കണ്ടാൽ അലമ്പ് പ്രൈഡാണ്. അതായത് എന്താ പറയുന്നത്, I am a lesbian, I am a gay എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ വെറുതെ കടന്നിട്ട്, അങ്ങനെയാണോ നോർമലായിട്ടുള്ള പീപ്പിൾ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുക? ഇവർ ഈ പ്രൈഡ് നടത്തി കാണിച്ച പോലെയാണോ ബിഹേവ് ചെയ്യുക? അല്ല, അവർ ഇപ്പോൾ ഈ ആതിര നൂറ, നാദിറൊക്കെ ജീവിക്കുന്ന പോലെ ജീവിച്ച് കാണിക്കുക. നിങ്ങൾ ജീവിച്ച് കാണിക്കുക, നിങ്ങളായിട്ട് ജീവിച്ച് കാണിക്കുക, നിങ്ങളുടെ കാര്യം പറയുക, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു അജണ്ട ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ല. ആ ഒരു അജണ്ടയായിട്ട് ഇത് വരുന്നുണ്ട്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവുക. കാരണം നാളത്തെ അവസ്ഥയിൽ ഇൻഫ്ലുവൻസ് ആവും. കാരണം ഇൻഫ്ലുവൻസ് ആവും ഇന്നത്തെ കുട്ടികൾ. കാരണം ചെറിയ പിള്ളേർ മുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ പ്രായത്തിൽ ഒരു അമ്മയുടെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെയൊക്കെ, ഞാനും എല്ലാവരും അതിനെന്ന് പറയുന്ന പോലെ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പേടിച്ച് പോയി അമ്മ എന്താ പറയേണ്ടതെന്ന് അറിയാനുണ്ട്. കാരണം ബിഗ് ബോസ് കാണിക്കുക, ഒരു 2 മിനിറ്റ് ഫോൺ കൊടുക്കുമ്പോൾ അത് കാണുക ഓരോന്ന്. അപ്പോൾ അതാണ് ആ ഒരു കുഞ്ഞു മനസ്സിലൊക്കെ അങ്ങനെ ആയിട്ട് വരും. അപ്പോൾ കുറ്റം അല്ല, പക്ഷേ ഈ ഒരു ഇങ്ങനെ ഇവരെ ഫുള്ളായിട്ട് ഇങ്ങനെ വാഴ്ത്തിപ്പാടിയിട്ട് നടക്കരുത്. ആ ഒരു കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കുക.